ഓക്കെ, നമസ്കാരം. ഇന്ന് ഡെയിലി മലയാളി വാർത്തയിൽ ഞാൻ നിങ്ങളുടെ മുമ്പിൽ എത്തുന്നത് വളരെ പ്രധാനപ്പെട്ട, വളരെ ഗൗരവമായിട്ടുള്ള ഒരു വിഷയം സൂചിപ്പിക്കാൻ വേണ്ടിയാണ്. കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് കേരളത്തിലെ ചാനൽ മുറികളിൽ ഒരു BJP വിരുദ്ധ സിൻഡിക്കേറ്റ് വളരെ ശക്തമായി പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ട്. അതിൽ കോൺഗ്രസിന്റെ ആളുകളുണ്ട്, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ആളുകളുണ്ട്. എന്തിന്, കോൺഗ്രസിന്റെയും കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുടെയും കൂടെ സുഡാപ്പികളുമുണ്ട്. കോട്ടും സൂട്ടും അണിഞ്ഞ് സുഡാപ്പി വന്നിരുന്ന് വലിയ കർക്കശ ഭാഷയോടെ നീണ്ട ഇൻട്രോകളുമായി നമ്മുടെ മുമ്പിൽ വരുന്ന സമയത്ത് നമ്മൾ വിചാരിക്കും ഇവരെല്ലാം സത്യസന്ധന്മാരായ, ജനാധിപത്യ മൂല്യത്തിൽ വിശ്വസിക്കുന്ന, ജനാധിപത്യം കൈകൊണ്ട് തൊടാതെ വിഴുങ്ങുന്ന വളരെ വളരെ മതേതരവാദികളാണ് എന്നെല്ലാം നമുക്ക് തോന്നും. ഇവരുടെ കുറ്റപ്പെടുത്തലുകളും ഇവരുടെ ചൂണ്ടുവിരലുകളും ഇവർ പലരുടെയും മുന്നിലേക്ക് ചൂണ്ടുമ്പോൾ, ചോദ്യങ്ങൾ ഉന്നയിക്കുമ്പോൾ, ജനകീയ കോടതിയൊക്കെ നടപ്പാക്കി വിധി പ്രസ്താവിക്കുമ്പോൾ, ചാനൽ ചർച്ചകളിലെ അവതാര പുരുഷന്മാരായി സമൂഹത്തെ നേർവഴിയിലേക്ക് നയിക്കുന്നു എന്നെല്ലാം നമ്മൾ ധരിക്കുന്ന ഇവരുടെ സമീപനവും ഇവരുടെ മനസ്സും ഇവരുടെ സ്വഭാവവും ഇവരുടെ ജനാധിപത്യ ബോധവും ഇവരുടെ മതേതരത്വവും, എന്തിന് ഇവരുടെ സ്വകാര്യ ജീവിതത്തെക്കുറിച്ച് നമ്മൾ അന്വേഷിച്ചാൽ പലതും അറയ്ക്കുന്നതാണ് എന്ന് പറയാതിരിക്കാൻ നിർവാഹമില്ല. സ്വകാര്യ ജീവിതത്തിലേക്ക് പോകുന്നത് ഒട്ടും ശരിയല്ല. അതുകൊണ്ട് അത് ഞാൻ വിടുകയാണ്. കേരളത്തില് ഒരു മാധ്യമാവതാരകനായി മാതൃഭൂമിയിൽ ഉണ്ടായിരുന്ന വേണു, അദ്ദേഹത്തിന്റെ ഒരു ചർച്ചയിൽ അദ്ദേഹം പറയുകയുണ്ടായി, കേരളത്തിൽ ഏറ്റവും ജനങ്ങൾ വെറുക്കപ്പെടുന്ന പാർട്ടി ഏത്? സാധാരണ അങ്ങനെ ആരും സർവേ നടത്താറില്ല. വേണു നടത്തിയ സർവേ അങ്ങനെയായിരുന്നു. കേരളത്തില് ഏറ്റവും വെറുക്കപ്പെടുന്ന പാർട്ടി BJP ആണ്. വേണു അത് പ്രഖ്യാപിച്ച ഒരു വർഷം കഴിയുമ്പോഴേക്കും BJP ജനങ്ങളെ ഏറ്റെടുത്തു. അങ്ങനെയാണല്ലോ ഒരു ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തൃശ്ശൂരിൽ BJP ജയിച്ചത്. അപ്പൊ ജനങ്ങൾ വെറുക്കുന്നത് കൊണ്ടല്ല, ജനങ്ങൾ സ്വീകരിക്കുന്നത് കൊണ്ടാണ് ഒരു പാർട്ടി വളരുന്നത്. ആരുടെയും പിന്തുണയില്ലാതെ, ആരുടെയും പിന്നാമ്പുറത്ത് പോയി നിൽക്കാതെ, തലയിൽ മുണ്ടിട്ട് ഏതെങ്കിലും ആളുകളെ കാണാൻ അവരുടെ വോട്ടിന്റെ പിൻബലം ചോദിക്കാൻ പോകാതെ, സ്വന്തം അണികൾ അധ്വാനിച്ച് ജനങ്ങളെ കണ്ട് ജനങ്ങളുടെ മനസ്സ് മനസ്സിലാക്കി ഏതെങ്കിലും മതവിഭാഗത്തിന്റെയോ ജാതി വിഭാഗത്തിന്റെയോ പിന്നാലെ പോയിട്ടല്ല. എന്നാൽ അതേ സമയത്ത് ജാതിക്കും മതത്തിനും ഭാഷയ്ക്കും വേഷത്തിനും വർണ്ണത്തിനും വർഗത്തിനും എല്ലാം അപ്പുറത്ത് ദേശീയത എന്ന ജനാധിപത്യ ബോധത്തെ, ദേശീയത എന്ന പൊതുബോധത്തെ ഉയർത്തിക്കാട്ടിക്കൊണ്ടാണ് ഭാരതീയ ജനതാ പാർട്ടി ഭാരതത്തിൽ പ്രവർത്തിക്കുന്നത്. നീണ്ട 4 പതിറ്റാണ്ട് പ്രതിപക്ഷത്തിരുന്നുകൊണ്ട് നാം നമ്മുടെ പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോയി. പക്ഷെ ഇന്ന് കഴിഞ്ഞ 10-12 വർഷമായി ഭാരതീയ ജനതാ പാർട്ടി ഭാരതം ഭരിക്കുന്നു, കണ്ടിന്യൂസ് ആയിട്ട് ഭരിക്കുന്നു. ഇതില് ഇന്ത്യയിലെ മാധ്യമങ്ങളിൽ ബഹുഭൂരിപക്ഷം മാധ്യമങ്ങളും BJPക്കൊപ്പം BJPയുടെ വികസന അജണ്ട, നരേന്ദ്രമോദിയുടെ പ്രതിച്ഛായ, നരേന്ദ്രമോദിയുടെ സത്യസന്ധത, നരേന്ദ്രമോദിയുടെ വികസന വീക്ഷണം, ഇതെല്ലാം ഉൾക്കൊണ്ടുകൊണ്ട് അവര് ജനങ്ങളുടെ ഇടയിൽ പ്രവർത്തിക്കുകയും നല്ലതിനെ ജനങ്ങളുടെ മുമ്പാകെ കാണിക്കുകയും ചെയ്യുന്നു. പക്ഷെ കേരളത്തിലെ മാധ്യമ വിശാരദന്മാരുടെ സമീപനം എന്താ? നമ്മൾ 10 വർഷം എന്ന് പറഞ്ഞാൽ 3650
ദിവസങ്ങൾ. ഈ 3650 ദിവസത്തില് നരേന്ദ്രമോദിയെയോ ഭാരതീയ ജനതാ പാർട്ടിയോ കേന്ദ്ര സർക്കാരിനെയോ ശ്ലാഘിച്ചുകൊണ്ട്, ഇനി ശ്ലാഘിക്കൊന്നും വേണ്ട, സത്യം പറഞ്ഞുകൊണ്ട് ഒരു വീഡിയോ, ഒരു ചർച്ച ഈ കേരളത്തിലെ ഏതെങ്കിലും ഒരു മാധ്യമം നടത്തിയിട്ടുണ്ടോ? ഇല്ല എന്ന് തന്നെ പറയണം. എനിക്ക് അതിലൊന്നും വിരോധമില്ല. പക്ഷെ പച്ചക്കള്ളം അങ്ങോട്ട് വിളിച്ചു പറയാൻ, പച്ചക്കള്ളം എന്ന് പറഞ്ഞാൽ നട്ടാൽ കുരുക്കാത്ത പച്ചക്കള്ളം പറയാൻ. ഒരു ചാനൽ മുറിയുടെ ഫ്ലോറിലിരുന്ന് 1 മണിക്കൂർ നേരത്തേക്ക് ഇങ്ങനെ പച്ചക്കള്ളം പറഞ്ഞ് ചർച്ചയ്ക്ക് വിളിച്ചു കൊണ്ടുവന്നിട്ടുള്ള ആളുകൾ, ചർച്ചയ്ക്ക് അവർ തന്നെ ക്ഷണിച്ചിട്ടാണ് നമ്മൾ വരുന്നത്, നമ്മളെ കൊണ്ട് പറയിപ്പിക്കില്ല. കോൺഗ്രസിന്റെ പ്രതിനിധിയും BJPയുടെ പ്രതിനിധിയും CPMന്റെ പ്രതിനിധിയും ഉള്ള ചർച്ചയിൽ കോൺഗ്രസിന്റെ പ്രതിനിധി എത്ര നേരം സംസാരിച്ചാലും ഇടപെടില്ല. CPMന്റെ പ്രതിനിധി എത്ര സംസാരിച്ചാലും അവർക്കൊരു വിരോധവുമില്ല. പക്ഷേ BJPയുടെ പ്രതിനിധി സംസാരിക്കാൻ തുടങ്ങിയാൽ മതി, അപ്പൊ തുടങ്ങും ചോദ്യങ്ങൾ, ഉപചോദ്യങ്ങൾ, ഡിസ്റ്റർബൻസ്. എങ്ങനെയും BJPയുടെ ആളുകളെ താറടിക്കുക, സംസാരിക്കാൻ അനുവദിക്കാതിരിക്കുക. കാരണം ഇവരൊക്കെ പറയുന്നതിന്റെ മുകളിൽ പറയാൻ പ്രാപ്തരായവരാണ് BJPയുടെ ചാനൽ ചർച്ചയിൽ പോകുന്ന ബഹുഭൂരിപക്ഷം ആളുകൾ. അപ്പൊ അവരെ കൊണ്ട് പറയിപ്പിക്കാതിരിക്കുക. അവർ പറയാതിരുന്നാൽ പിന്നെ കാണികൾ കേൾക്കില്ലല്ലോ. എന്ന് മാത്രമല്ല, ഇവരുടെ മനസ്സിന്റെ ഉള്ളിലെ വെറുപ്പ് ഇവർ അവതാരകനാണ് എന്നും മറന്നു പോവുക. ആ വെറുപ്പ് എന്ന് പറയുന്നത് വെളിയിലേക്ക് വരികയാണ്. ഇവർ പെട്ടെന്നൊരു സുഡാപ്പിയായി മാറുന്നു. ഇവർ പെട്ടെന്ന് ഒരു കമ്മ്യൂണിസ്റ്റും കോൺഗ്രസുമായി മാറുന്നു. വാസ്തവത്തിൽ ഈ ചാനൽ മുറിയിലെ ഈ ആ ചർച്ചയിൽ പങ്കെടുക്കുമ്പോൾ കയ്യിൽ കിട്ടിയ വല്ല സാധനം ഉണ്ടെങ്കിൽ എഴുന്നേറ്റ് രണ്ടെണ്ണം കൊടുത്താൽ എന്താണെന്ന് തോന്നാറുണ്ട്. പിന്നെ നമ്മൾ ഇരിക്കുന്നത് വലിയ ദൂരെ ആയതുകൊണ്ടാണ്. യാതൊരു പൊതുബോധവുമില്ലാതെ, സത്യസന്ധതയുമില്ലാതെ, കളവ് മാത്രം നിരത്തി BJPയെ അധിക്ഷേപിക്കാൻ, BJPയെ അധിക്ഷേപിക്കാൻ വേണ്ടിയിട്ട് ഏതാണ്ട് കരാറെടുത്ത പോലെയാണ്. ഇപ്പൊ ഹരിയാന തെരഞ്ഞെടുപ്പ്, സോറി, എനിക്കൊരു തൊണ്ടയ്ക്കൊരു വിഷമമുണ്ട്. ഹരിയാന തെരഞ്ഞെടുപ്പിന്റെ സമയത്തെ കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാം. BJP തകർന്ന് തരിപ്പണായി. ഒരാഴ്ച തൊട്ട് പറഞ്ഞു തുടങ്ങിയതാ, അവിടെ BJP ജയിക്കില്ല, BJP ജയിക്കില്ല. അവിടെ കിസാൻ കർഷക സമരം, CPMന്റെ കൊടി പോലും ഇല്ല. സമരം ചെയ്യുന്ന കർഷകർ വോട്ട് ചെയ്യുക BJPക്ക്. കർഷക സമരം, സൈന്യത്തിന്റെ സമരം, സ്പോർട്സിന്റെ സമരം, അങ്ങനെ വ്യത്യസ്ത സമരങ്ങൾ. ഹരിയാന തകർന്നു, തരിപ്പണമായി, ജയിക്കില്ല, പ്രഖ്യാപനം. അതിനിടയിൽ ധാരാളം സർവേ വന്നു. അപ്പോ ആ സർവേയിലൊക്കെ തന്നെയും BJP തോക്കുന്നു കണ്ടു. അതോടെ തുടങ്ങിയില്ലേ ഹാലവക്കം. തെരഞ്ഞെടുപ്പിന്റെ റിസൾട്ട് വരുന്ന രാവിലെ എന്തൊരു ആഘോഷമായിരുന്നു. ചില മാധ്യമ വിശാരദന്മാർ അവര് വലിയ സന്തോഷത്തിന്റെ വലിയ സ്വീറ്റ്സ് ഒക്കെ ആയിട്ടാണ് രാവിലെ തന്നെ വന്നത്. കസേര കയറി ഇരിക്കുമ്പോൾ തന്നെ അവരുടെ ആവേശം അണപൊട്ടി ഒഴുകി. പോസ്റ്റൽ ബാലറ്റ് കഴിയുമ്പോഴേക്കും BJP ഇത് തകർന്നു. ഉച്ചയ്ക്ക് ഒരു 11 മണി വരെ ഇരിക്കുന്ന കസേരന്ന് ചാടുക, മറിയ. 24-ലായാലും മനോരമയിലായാലും മാതൃഭൂമിയിലായാലും ഏഷ്യാനെറ്റിലെ എല്ലാത്തിലും ഒരേപോലെ BJPയെ തകർത്ത് തരിപ്പണമാക്കി അടച്ച് പൂട്ടി. BJPയുടെ കഥ കഴിഞ്ഞു. 12 മണിയായപ്പോൾ ഒക്കെ മാറി. പിന്നെ ഇവർക്ക് ആവേശമില്ല. എന്റെ പോയിന്റ് അതാണ്. BJP തകരുന്നു എന്ന് കാണുമ്പോൾ വമ്പിച്ച ആവേശം, വലിയ ആവേശം. ഇരിക്കുന്ന കസേരന്ന് ചാടി തുള്ളി അവരുടെ ആക്രോശം. BJP വിജയിക്കുന്നു എന്ന് കാണുമ്പോൾ ആവേശമൊക്കെ പോയി. വല്ലാത്ത വിഷമാവസ്ഥയില് BJP ജയിച്ചു വരുന്നു. അപ്പൊ അവരുടെ മനസ്സിൻ്റെ ഉള്ളിലുള്ള ഈ ഒരു വെറുപ്പുണ്ടല്ലോ, BJP വിരുദ്ധ സിൻഡിക്കേറ്റിന്റെ വെറുപ്പ്, അത് പ്രകടമാവുക. അത് വാസ്തവത്തിൽ ഈ അവതാരകന്മാർ കാണിക്കുന്ന ഈ നിഷ്പക്ഷത ഇല്ലായ്മ,
അവതാരകന്മാര് കാണിക്കുന്ന ഈ ഒരു നെറുകേട്, അവതാരകന്മാര് കാണിക്കുന്ന വിഷയവിരുദ്ധമായ സമീപനം, വിഷയവുമായിട്ട് ബന്ധമൊന്നുമില്ല, പക്ഷെ BJP തകർക്കണം. ഇപ്പൊ തന്നെ സമ്പൽ വിഷയം നമുക്കെല്ലാവർക്കും അറിയാം. എന്താണ് സമ്പൽ വിഷയം? സമ്പൽ എന്ന് പറയുന്ന ഒരു പള്ളി, ഞാൻ അതിനെ പള്ളി എന്ന് തന്നെ പറയാം. ആ പള്ളി ആർക്കിയോളജിയുമായി ബന്ധപ്പെട്ട ഒരു മോണ്യുമെന്റ് ആണ്. ആർക്കിയോളജിക്കൽ ആക്ടിൽ വരുന്ന മോണ്യുമെന്റ് ആണ്. ആർക്കിയോളജിക്കൽ ആക്ടിൽ പ്രൊട്ടക്റ്റഡ് മോണ്യുമെന്റിൽ വരുന്ന ഒരു കെട്ടിടം, ആ കെട്ടിടത്തിൽ എന്തെങ്കിലും തരത്തിലുള്ള റിലീജിയസ് ഫംഗ്ഷൻ നടത്താൻ പാടില്ല. അഥവാ നടത്തുകയാണെങ്കിൽ അത് ഒരു പാർട്ടിക്ക് മാത്രമാണ് നടത്താൻ പാടില്ല. ഇനി അവിടെ കൺസ്ട്രക്ഷൻ നടത്താൻ അവിടെ ആർക്കും അവകാശമില്ല. 1958 ഈ ആർക്കിയോളജിക്കൽ ആക്ടുമായി ബന്ധപ്പെട്ട പ്രൊട്ടക്റ്റഡ് ആയിട്ടുള്ള മോണ്യുമെന്റ് ആയിരുന്നു സമ്പൽ. കാരണം അവിടെ 1526 ഈ മുഗള കാലഘട്ടത്തിൽ ഭാരതത്തിലെ ക്ഷേത്രങ്ങൾ, എത്രയോ ക്ഷേത്രങ്ങൾ തകർത്തു. ഈ ക്ഷേത്രങ്ങൾ മുഴുവനും തകർത്ത് മുഗള സാമ്രാജ്യം മുന്നോട്ട് പോയി. ആ സാമ്രാജ്യം തകർത്ത അയോധ്യ അടക്കം എത്രയോ ക്ഷേത്രങ്ങൾ, സോമനാഥ ക്ഷേത്രം അടക്കം എത്രയോ ക്ഷേത്രങ്ങൾ, ഈ ക്ഷേത്രം പുനരുദ്ധരിക്കുവാനും ഈ ക്ഷേത്രങ്ങളെല്ലാം വീണ്ടും പഴയ പോലെ കൊണ്ടുവരാനും അന്നത്തെ രാജാക്കന്മാർ ശ്രമിച്ചിട്ടുണ്ട്. പക്ഷെ മുഗള സാമ്രാജ്യത്തിന് ശേഷം ഉടനെ തന്നെ ബ്രിട്ടീഷുകാർ വന്നു. ബ്രിട്ടീഷുകാരുടെ ആ ഭരണകാലത്ത് അതിനുള്ള ശ്രമം തുടങ്ങി. ആ ശ്രമം ബ്രിട്ടീഷുകാർ അടിച്ചമർത്തി. അവർക്കതിൽ വലിയ താല്പര്യമൊന്നുമില്ല. അവർക്ക് രണ്ടു കൂട്ടരെയും തമ്മിലടിപ്പിക്കണം. അങ്ങനെ സമ്പലുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ അവിടുത്തെ ഹർ ഹർ മഹാദേവ ക്ഷേത്രം തകർത്തതാണ് എന്നാണ് ചരിത്രം പറയുന്നത്, എന്നാണ് ആർക്കിയോളജിയുടെ ഡിപ്പാർട്ട്മെന്റിലെ ഹെഡ് പറയുന്നത്. അതുമായി ബന്ധപ്പെട്ട ഒരാൾ കോടതിയിൽ പോയി. ഈ പോയ ആള് BJP ആണോ? അല്ല, വിഷ്ണു ശർമ്മ ജെയിൻ എന്ന് പറഞ്ഞ ആളാണ് പോയത്. അയാൾക്ക് BJPയുടെ എന്താ ബന്ധം? ഒരു ബന്ധമില്ല. പക്ഷേ അദ്ദേഹം പോയി. അദ്ദേഹം കോടതി പോയപ്പോ കോടതി ഈ കാര്യം പരിശോധിച്ചു. അപ്പോഴാണ് കോൺഗ്രസ്സുകാർ കൊണ്ടുവന്ന 1991 ഈ റിലീജിയസ് വർഷിപ്പിന്റെ ബേസ് ചെയ്തുകൊണ്ടുള്ള ഒരു ആക്ട്, ആ ആക്ട് നിലവിലുണ്ട്. അതായത് 1947 ഓഗസ്റ്റ് 15 ഏതൊക്കെ ക്ഷേത്രങ്ങളും റിലീജിയസ് സെന്റേഴ്സും ഉണ്ടോ അതിന് മാറ്റം വരുത്താൻ പാടില്ല. 1991 ആക്ടിലും ഈ കാര്യം പറയുന്നുണ്ട്. ഈ കാര്യം വളരെ കൃത്യമായി നരസിംഹറാവുവിന്റെ കാലത്താണ്. ആ ആക്ടുമായി ബന്ധപ്പെട്ട് 1991 വർഷിപ്പ് ആക്ടുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഒരു ചേഞ്ചും വരാൻ പാടില്ല എന്നാണ് പറയുന്നത്. ശരിയാണ്. പക്ഷെ അതിനകത്ത് പ്രൊട്ടക്റ്റഡ് മോണ്യുമെന്റ്സ് പറയുന്നുണ്ടോ? ഇല്ല. പ്രൊട്ടക്റ്റഡ് മോണ്യുമെന്റ്സ് അതിൽ പറയുന്നില്ല. ആർക്കിയോളജി ഏറ്റെടുത്ത് മാനേജ്മെന്റ് ആർക്കിയോളജി ആയിട്ടുള്ള പ്രൊട്ടക്റ്റഡ് മോണ്യുമെന്റ്സ് 1991 ആക്ടിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. അങ്ങനെ ഉൾപ്പെടുത്താത്തോടത്തോളം കാലം ആ വർഷിപ്പ് പ്ലേസിന്റെ, അത് പള്ളിയായാലും അമ്പലമായാലും അതിന്റെ മാനേജിങ് ആരാണോ അവരാണത് കൊണ്ടു നടക്കുക. ഈ സമ്പൽ പള്ളിയുടെ മാനേജ്മെന്റ് ആരാ? അത് ആർക്കിയോളജി ഡിപ്പാർട്ട്മെന്റ് ആണ്. അവരെ അങ്ങനെ കയറ്റുന്നില്ല. കാണുന്ന സ്ഥലത്തൊക്കെ നിസ്കരിക്കുക. ഇങ്ങനെ റോട്ടിൽ കൂടെ സ്കൂട്ടറിൽ പോണ സമയത്ത് 12:30 മണിയായി. അപ്പൊ റോട്ടിൽ കൂടെ സ്കൂട്ടറിൽ പോകുമ്പോ 12:30 മണിയായി പറഞ്ഞ സ്കൂട്ടർ റോട്ടിന്റെ നടുവിൽ വെച്ചിട്ട് ആ നടുവിൽ നിസ്കരിക്കുക. പബ്ലിക് റോഡല്ലേ, നാട്ടുകാരെ വണ്ടി ഓടിക്കണ്ടേ? അത് പറ്റില്ല, എനിക്ക് നിസ്കരിക്കണോ? ട്രെയിനിൽ നിസ്കരിക്കണോ? ബസ്സിൽ നിസ്കരിക്കണോ? സിനിമാ തിയേറ്ററിൽ നിസ്കരിക്കണോ? നിസ്കരിക്കുന്നവര് വീട്ടിൽ പോയി നിസ്കരിക്കേണ്ടത്. അപ്പൊ ഇവര് വഴിയിലൊക്കെ നിസ്കരിക്കുക. ഇപ്പൊ ഗണപതി ഹോമം നടത്തണം, ഒരാൾക്ക് റോട്ടിൽ നടത്താൻ പറ്റുമോ? ആരായാലും എന്താണ്, പബ്ലിക് റോഡല്ലേ. അത് നിസ്കാരത്തിന്റെ കാര്യം മാത്രമല്ല. അപ്പൊ ഇതിനൊക്കെ ഒരു സാമാന്യ മര്യാദയുണ്ട്. പ്രൊട്ടക്റ്റഡ് മോണ്യുമെന്റ്സിൽ കയറി നിസ്കരിക്കുക, അവിടുത്തെ റെയില് മാറ്റുക,
ഫ്ലോർ മാറ്റുക, അവർക്കിട്ടുള്ളത് ഉൾപ്പെടുത്തുക. അപ്പൊ തന്നെ കോടതിയിൽ കേസ് പോയി. അപ്പോഴാണ് വിഷ്ണു ശർമ്മ കേസിന് പോയത്. ഇത് ശിവലിംഗമുണ്ട്, ഇത് ശിവക്ഷേത്രമാണ്, അതുകൊണ്ട് ഈ ശിവക്ഷേത്രം ആണോ അല്ലയോ എന്ന് ഒരു കമ്മീഷൻ അന്വേഷിക്കണം. അങ്ങനെയാണ് കോടതി കമ്മീഷൻ വെക്കുന്നത്. കോടതിയുടെ കമ്മീഷൻ ഈ നവംബർ മാസം 24-നാണ് ഈ സമ്പൽ തർക്ക കെട്ടിടത്തിലേക്ക് ചെല്ലുന്നത്, അല്ലെങ്കിൽ സമ്പൽ പള്ളിയിലേക്ക് ചെല്ലുന്നത്, ഈ മോണുമെന്റിലേക്ക് വരുന്നത്. അത് കോടതിയുടെ ഉത്തരവ് പ്രകാരമല്ലേ. അത് തടയാൻ ഇവന്മാർക്ക് എന്താ പണിയുന്നത്? അവർ ഉടനെ ഈ ആൾക്കാർ നമ്മൾ ഒരുമിച്ച് കൂടി, ഞങ്ങളുടെ പള്ളിയാണ്, അവിടെ പറ്റില്ല എന്ന് പറഞ്ഞ അവിടെ ആ സമ്പൽ ആ പള്ളിയുടെ മുമ്പിൽ ആൾക്കാർ കൂടി കോടതി പറഞ്ഞ അന്വേഷണ കമ്മീഷനെ അവര് കല്ലെറിഞ്ഞു, അവര് മർദ്ദിച്ചു, അവിടെ പ്രശ്നമുണ്ടായി. ഞാനൊരു വലിയ കാര്യം സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. ഇതുവരെ പറഞ്ഞത് പോലീസിന്റെ വെടിവെപ്പിൽ 5 പേർ മരിച്ചു എന്നാണ്. പക്ഷെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു കണ്ടെത്തൽ, അത് ഇന്ത്യ ടുഡേ പോലെയുള്ള മാധ്യമങ്ങൾ, ഇംഗ്ലീഷ് മാധ്യമങ്ങൾ, ദ വയറൊക്കെ അത് പറഞ്ഞിട്ടുണ്ട്. 5 വെടിയുണ്ടകളാണ് പോസ്റ്റ്മോർട്ടത്തിൽ നിന്നും അതുപോലെ ആ സംഭവ സ്ഥലത്തു നിന്നും വെടിയുണ്ടകൾ കിട്ടിയിട്ടുണ്ട്. അത് ഇന്ത്യൻ ഫാക്ടറിയിൽ ഉണ്ടാക്കിയിട്ടുള്ള വെടിയുണ്ടയല്ല, അത് പാകിസ്ഥാൻ ഫാക്ടറിയിൽ ഉണ്ടാക്കിയിട്ടുള്ള വെടിയുണ്ടകളാണ്. എന്ന് മാത്രമല്ല, പോലീസ് അത്തരം വെടിയുണ്ടകൾ ഉപയോഗിക്കാറില്ല. പോസ്റ്റ്മോർട്ടത്തിൽ തെളിയുന്നത് വെടിയുണ്ടകൾ പാകിസ്ഥാനിൽ ഉണ്ടാക്കിയതാണെന്ന്. അതിനർത്ഥം എന്താ? ഈ സമ്പൽ വിഷയത്തിൽ 24-ാം തീയതി പ്രീ പ്ലാൻഡ് ആയി അവിടെ വെടിവെക്കാൻ, അടിയുണ്ടാക്കാൻ, കല്ലെറിയാൻ അവിടെ ആളുകൾ തയ്യാറായിരുന്നു. 5-10 ആളുകളെ കൊല്ലുക, അവരെ എടുത്തു വെച്ച് ഇന്ത്യ മുഴുവനും പ്രക്ഷോഭം ഉണ്ടാക്കുക, മതപരമായ ലഹള ഉണ്ടാക്കുക, ബംഗ്ലാദേശിലെ മാതിരി വലിയ അട്ടിമറി ഉണ്ടാക്കുക. സോറസിന്റെ പ്ലാൻ അനുസരിച്ചാണല്ലോ കോൺഗ്രസ് പോകുന്നത്. അങ്ങനെ ഒരു അട്ടിമറിക്കുക സാധ്യതയായിരുന്നു. എന്തായാലും സമ്പൽ വിഷയം കേരളത്തിലെ മാധ്യമങ്ങൾക്ക്, അതാ കോടതി വിധിയാണെങ്കിൽ പോലും, കോടതിയുടെ അന്വേഷണ കമ്മീഷൻ ആണെങ്കിലും കേരളത്തിലെ മാധ്യമങ്ങൾക്ക് അത് BJP ആണ്. സമ്പൽ വിഷയം പറഞ്ഞ തെറി മുഴുവൻ RSSനാണ്. സമ്പൽ വിഷയം പറഞ്ഞ തെറി മുഴുവൻ BJPക്കാണ്. കഴിഞ്ഞ ദിവസം 24-ല് സമ്പൽ വിഷയത്തെ ആസ്പദമാക്കിയിട്ടുള്ള ഒരു ചർച്ചയുണ്ടായിരുന്നു. ഈ ചർച്ചയിൽ ഞാൻ പോയി. അപ്പം നമ്മുടെ താടിക്കാരുണ്ടല്ലോ, കോട്ടും സൂട്ടും ഇട്ട് സാധാരണക്കാർ, ഞാനത് പറയുന്നില്ല, പക്ഷേ സാധാരണ ആളുകൾ പറയുന്നത് കോട്ടും സൂട്ടും ഇട്ടിരിക്കുന്ന സുഡാപ്പിയാണ് അന്ന് ചർച്ച നയിച്ചതെന്നാണ്. എനിക്കറിയില്ല ഈ കോട്ടും സൂട്ടും ഇട്ടാൽ സുഡാപ്പിയുടെ സ്വഭാവം മാറുമെന്ന് അറിയില്ല. എന്തായാലും എൻ്റെ സുഹൃത്ത് ഹാഷ്മി ആയിരുന്നു. ആ ഹാഷ്മിയുടെ ആദ്യത്തെ തന്നെ സംഭാഷണം, എന്തിനാണ് ഗോപാലകൃഷ്ണൻ ഇങ്ങനെ ചൊറിയുന്നത്, ഈ ചൊറിച്ചിൽ നിന്ന് എന്ന് പറഞ്ഞിട്ട് ശബരിമല അയ്യപ്പനും വാവനും നമ്മളുടെയൊക്കെ വിഷയം എടുത്തിടാണ്. ഒരു കാര്യമില്ല, എടുത്തിടാണ്. എന്തായാലും ഞാനപ്പം പറഞ്ഞു, ഈ 24 ചാനലിനോട് ജനങ്ങൾക്ക് ചൊറിച്ചിലുണ്ട്, അതുകൊണ്ടാണ് മുനമ്പത്ത് 24 ചാനലിനെ കത്തിച്ചത്. ഗാസയുടെ കാര്യം പറയുമ്പോൾ ചൊറിച്ചിൽ വരും, ബംഗ്ലാദേശിന്റെ കാര്യം പറയുമ്പോൾ ചൊറിച്ചിൽ വരില്ല. മിണ്ടല്ല. ബംഗ്ലാദേശ് കണ്ടിട്ടേ ഇല്ല. അവിടെ ഇന്ത്യയുടെ ദേശീയ പതാക കത്തിക്കുകയാണ്, ഇവര് കണ്ടിട്ടില്ല. കേരളത്തിലെ മാധ്യമങ്ങൾ ഈ ഹാഷ്മി കണ്ടിട്ടേ ഇല്ല. അവിടെ ഹിന്ദു ക്ഷേത്രം തല്ലിക്കൊല്ലുക, ഹിന്ദു ക്ഷേത്രം തല്ലിപ്പൊളിക്കാൻ, ഹിന്ദുക്കളെ കൂട്ടക്കുറി ചെയ്യുക. ഹാഷ്മിയുടെ കണ്ണ് അങ്ങോട്ട് പോവേയില്ല, വേണുവിന്റെ കണ്ണ് അങ്ങോട്ട് പോവേയില്ല. അതെന്താ കാരണം? എന്നിട്ട് ഹാഷ്മി എന്നോട് ചോദിക്കുകയാണ്, ഈ വാവനെ ഇറക്കി വിടണമെന്ന് പറയുന്നത് ഒരു ദിനം ചൊറിച്ചതല്ലേ? ഞാനതിന് മറുപടി ഒന്നും പറയാൻ പോയില്ല. പക്ഷെ വാസ്തവത്തിൽ തെളിവില്ലേ വാവനെ ഇറങ്ങി പോകണം. അതിനെന്താ സംശയം? അയ്യപ്പന്റെ പൂജ, ഹിന്ദുക്കളുടെ പൂജ വാവൻ അംഗീകരിക്കണ്ടോ? ദേവസ്വം ബോർഡാണല്ലോ പൂജയ്ക്ക് സാധനം കൊടുക്കുന്നത്. ഒരു വിളക്ക് കത്തിക്കുന്നതിനെ ഹറാമായി പ്രഖ്യാപിക്കുന്നവരാണ് ഇവര്. പക്ഷെ പൂജ എടുക്കാം, പൂജയിലെ പൈസയും വീട്ടിൽ കൊണ്ടുപോകാം. അതവിടെ നിൽക്കട്ടെ. ഹാഷ്മി പറയാണ്, ഈ ചൊറിച്ചിലിന്റെ കാര്യം പറഞ്ഞപ്പോ ഞാൻ പറഞ്ഞു, മുനമ്പത്ത് 24-ന്റെ കോലം കത്തിച്ചില്ലേ? മുനമ്പത്തെ ജനങ്ങൾക്കെതിരായിട്ടുള്ള നിങ്ങളുടെ സമീപനമല്ലേ? നിങ്ങൾ വഖഫിന് വേണ്ടിയല്ലേ സംസാരിക്കുന്നത്? ഇപ്പൊ സമ്പലിന്റെ വിഷയത്തിൽ
നിങ്ങളെടുക്കുന്ന സമീപനവും മുനമ്പത്തെ വിഷയത്തിൽ നിങ്ങളെടുക്കുന്ന സമീപനവും രണ്ടല്ലേ? ഇയാള് കത്തിക്കയറാൻ തുടങ്ങിയില്ലേ? ഇയാൾ പെട്ടെന്ന് ചാടി എഴുന്നേറ്റ് ഗോപാലകൃഷ്ണൻ നുണ പറയുന്നു, കളവ് പറയുന്നു. ഞാൻ താജുദ്ദീൻ ഹാഷ്മിയാണ് മുനമ്പത്ത് പോയി ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച ഏക മാധ്യമ പ്രവർത്തകൻ. അട്ടഹസിക്കുകയാണ്. ഈ അട്ടഹാസം കണ്ട് 5 മിനിറ്റിനുള്ളിൽ ഞാനുമായി തർക്കമായി. ഞാൻ പറഞ്ഞു 24-ന്റെ കോലം കത്തിച്ചു. എന്നെ ഇയാൾ നുണയൻ എന്ന് പറഞ്ഞ് അപമാനിക്കാൻ തുടങ്ങി. ഞാൻ പിന്നെ കൂടുതൽ തർക്കത്തിന് പോയില്ല. ജനങ്ങൾ ഇതൊക്കെ കാണുന്നുണ്ടല്ലോ, ജനങ്ങൾ തീരുമാനിക്കട്ടെ എന്ന് പറഞ്ഞ് ഞാൻ വിഷയത്തിലേക്ക് പോയി. 5 മിനിറ്റ് 10 മിനിറ്റ് കഴിഞ്ഞപ്പോഴേക്കും മുനമ്പത്തുകാരെ എനിക്ക് അയച്ചു തുടങ്ങി വീഡിയോ. ഞാൻ വീഡിയോ ട്വിറ്ററിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്, ഹാഷ്മിക്ക് അയച്ചു കൊടുത്തിട്ടുണ്ട്. കേരളത്തിലെ പല ഓൺലൈൻ ചാനലുകളും അത് വെളിയിൽ കൊണ്ടുവരാൻ ശ്രമം നടത്തിയിട്ടുണ്ട്. ഞാൻ ചോദിക്കുന്നത്, എന്തിനാണെന്ന് ഈ 1 മണിക്കൂർ നേരത്തേക്ക് ഈ ചൊറിച്ചിലിന് എന്തിനാ ഇയാൾ കളവ് പറയുന്നത്? ഞാൻ ബാക്കി ആൾക്കാർ പറയുന്നത് പോലെ ചോദിക്കുക, കോട്ടും സൂട്ടും ഇട്ട് നിന്നാൽ സുഡാപ്പിയുടെ സ്വഭാവം മാറും എന്ന് ആരെങ്കിലും വിചാരിക്കുന്നുണ്ടോ? ഇല്ല കേട്ടോ. ഒരു സുഡാപ്പി സ്വഭാവമല്ലേ ഈ ഹാഷ്മി കാണിക്കുന്നത്? ഒരു സാമാന്യ മര്യാദയില്ലേ? നുണയൻ കളവ് പറയുന്നു എന്ന് എന്നെ പോലത്തെ BJPയുടെ സംസ്ഥാനത്തിന്റെ വൈസ് പ്രസിഡന്റായി എന്നെ ഇയാൾ അവിടെ വിളിച്ച് നുണയൻ ഞാൻ നുണ പറഞ്ഞു എന്ന് പറഞ്ഞ് അപമാനിക്കായിരുന്നു. അയാളുടെ ഫ്ലോർ ആണല്ലോ, നമുക്കൊരു പരിധി വരെയല്ലേ പറയാൻ പറ്റൂ. പക്ഷെ ഇന്ന് ഞാൻ പറയുകയാണ്, ഞാനല്ല നുണ പറഞ്ഞത്, ഞാൻ നുണയനല്ല. സുഡാപ്പികൾക്കൊക്കെ അത് തോന്നും ഞാൻ നുണയനാണെന്ന്. കാരണം ഞാൻ സത്യമാണ് പറയുന്നത്. ഇന്നെല്ലാം വെളിയിൽ വന്നിരിക്കുന്നു. നിങ്ങളുടെ ഇന്നത്തെ ഈ ഡെയിലി മലയാളി മുനമ്പത്ത് 24-നെ കത്തിച്ചത് കാണിക്കുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. എന്തിനാണ് ഈ കളവ് കാണിക്കുന്നത്? എന്തിനാണെന്ന് BJPയുടെ മെക്കെട്ട് കയറുന്നത്? സമ്പലിന്റെ വിഷയം വന്നു. BJP അമേരിക്കയില് എന്തെങ്കിലും സംഭവിച്ചു BJP അവർ പറയുന്നത് RSS BJP ഉള്ളതുകൊണ്ടാണ് ഭീകരവാദം ഉണ്ടാവുന്നത്, ചോദ്യങ്ങൾ ഉണ്ടാവുന്നത്. ഞങ്ങൾ കഴിയുന്ന അമേരിക്കയിലും ബ്രിട്ടനിലും ഫ്രാൻസിലും ദക്ഷിണാഫ്രിക്കയിലും ലോകത്തെ എല്ലാ സ്ഥലങ്ങളിലും മതഭീകരവാദം കൂട്ടുംപിരി കൊള്ളുക. ഏത് മതവിഭാഗം? ഇസ്ലാം മത ഭീകരവാദം. അയ്യോ, ഇസ്ലാം മത ഭീകരവാദം എന്ന് പറയാൻ പാടില്ല. ഇസ്ലാം മത ഭീകരവാദം എന്ന് പറയുന്നത് മതേതരത്തെ വിരോധമാണ്. ഇപ്പുറത്തോ ഹിന്ദു മത ഭീകരവാദം എന്ന് പറയാം, അതിന് കുഴപ്പമില്ല. ഇത്തരം നെറുകെട്ട ഹിപ്പോക്രസി, ആത്മവഞ്ചന, കാപട്യം, നെറുകേട് കാണിക്കുന്ന വേറെ ഏതെങ്കിലും ചാനൽ വിശാരദന്മാർ ഇന്ത്യയിൽ ഉണ്ടോ എന്ന് സംശയമാണ്. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. കേരളത്തിലെ ചാനൽ പ്രേമികളോടും ചാനൽ കാണുന്നവരോടും എനിക്ക് ചോദിക്കാനുള്ളത്, എന്തിനാണ് ഈ വെറുപ്പ് BJPയോട്? എന്തിനാണ് ഈ ഫ്ലോറിൽ നിന്ന് കളവ് പറയുന്നത്? എന്തിനാണ് ചർച്ചയുടെ അവതാരകന്മാർ ഇങ്ങനെ രാഷ്ട്രീയ വൈര്യം BJPയോട് കാണിക്കുന്നത്? എന്തായാലും കേരളത്തിലെ ജനങ്ങൾ ഇതറിയുക, ചിന്തിക്കുക, പ്രതികരിക്കുക. നമസ്കാരം.